ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റായ ഫ്രെയിംസ് എന്ന് പറയുന്ന യൂണിറ്റിലെ പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ യൂണിറ്റ് മൊത്തം 3 ചാപ്റ്ററാണുള്ളത്. 2 പ്രോസും 1 സോങ്ങും. പ്രോസിൽ വരുമ്പോഴേക്കും പ്രൊജക്റ്റ് ടൈഗർ എഴുതിയിട്ടുള്ളത് സച്ചിത് റേ ആണ്. അതൊരു മെമ്മയറാണ്. അടുത്തത് മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന് പറയുന്നതാണ്. അത് മജീദ് എഴുതിയതാണ്. അതൊരു സ്ക്രീൻ പ്ലേ ആണ്. അടുത്ത് വരുന്നത് ബ്ലോയിൻ ഇൻ ദ വിൻഡ് എന്ന് പറയുന്നൊരു പോയമാണ്. അത് ബോബ് ഡിലൻ എഴുതിയതാണ്. ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഡു യു നോ who these game film makers are? Write their names in the boxes below. താഴെ കുറച്ച് ഫിലിം മേക്കേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ആൾ ചാർലി ചാപ്ലിനാണ്. മറ്റുള്ളവരെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. ഇവർക്കൊരു പ്രൊഫൈൽ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ പ്രൊഫൈൽ ഇൻ്റർനെറ്റിൽ നിന്ന് കണ്ടെത്തി എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. Here is an article by Sachit Ray, one of the greatest filmmakers, on how he managed to shoot the scenes of a film which included a tiger. സത്യജിത് റേ എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കർ, സിനിമ നിർമ്മിക്കുന്ന ആളിൻ്റെ ഒരു ആർട്ടിക്കിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ എങ്ങനെയാണ് ഒരു സിനിമയിൽ താൻ ടൈഗറിനെ ഇൻക്ലൂഡ് ചെയ്തത് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരും പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറയുന്നത്. നോ വൺ ക്യാൻ ബീൻ ഹോളിവുഡ് വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിലിംസ് വിത്ത് ആനിമൽസ് ഇൻ ദം. മൃഗങ്ങളെ വെച്ച് സിനിമ നിർമ്മിക്കുന്നതിൽ ആർക്കും ഹോളിവുഡിനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഹോളിവുഡ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സിനിമ, അതായത് അമേരിക്കൻ സിനിമകളുടെ ഒരു സിനിമകളെ പറയുന്ന പേരാണ് നമ്മൾ ഹോളിവുഡ് എന്ന് പറയുന്നത്. നമ്മൾ മലയാള സിനിമയെ മോളിവുഡ് എന്നും തമിഴ് സിനിമയെ ടോളിവുഡ് എന്നും ഹിന്ദി സിനിമയെ ബോളിവുഡ് എന്നാണ് പറയുന്നത്. I remember films in my childhood and there were quite a few of them that had an Alsatian called Rin Tin Tin. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ട കുറേ സിനിമകൾ എനിക്ക് ഓർമ്മ വരുന്നു. അതിൽ ഒന്നിൽ ഒരു അൽസേഷ്യൻ നായയുടെ ഒരു ചിത്രമുണ്ട്. ആ പേര് റിൻ ടിൻറ്റിൻ എന്നാണ്. ദിസ് ഡോഗ്സ് ആക്ടിങ് വാസ് മോർ ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻസ്. ഈ ഡോഗിൻ്റെ ആക്ടിങ് ഒരു മനുഷ്യനേക്കാളും വളരെയധികം നന്നായിരുന്നു എന്നാണ് പറയുന്നത്. ലേറ്റർ വി ഗോട്ട് ടു സീ 3 or 4 other films with a collie called ലാസി. അത് കഴിഞ്ഞ് ലാസി എന്ന് പറയുന്ന ഒരു കോളി എന്ന് വെച്ചാൽ ഒരു നായയുടെ ഇനമാണ്. നമ്മുടെ ചെമ്മരിയാടിനെയൊക്കെ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുനടക്കുന്ന നായയാണ് നമ്മൾ കോളി എന്ന് പറയുന്നത്. ആ നായയുടെ 3-4 ഫിലിംസും എനിക്ക് ഓർമ്മ വരുന്നു. ഇറ്റ് സീം ദാറ്റ് ദ ഡയറക്ടർ കുഡ് മേക്ക് ലാസി ഡു ജസ്റ്റ് അബൌട്ട് എനിത്തിങ്. ഡയറക്ടറിന്, സിനിമയുടെ സംവിധായകന് ലാസിയെ വെച്ച് ഏത് തരത്തിലുള്ള സീൻസും ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന രീതിയിലായിരുന്നു പിന്നെ അവിടെ കണ്ടിരുന്നത്. These trained dogs were famous stars in their own rights and the money they earned who was no less than what a real film star got. ഈ ട്രെയിൻ ചെയ്തിട്ടുള്ള ഡോഗ്സും അവരുടേതായ രീതിയിൽ സ്റ്റാർസ് ആയിരുന്നു. പോരാത്തതിന് ഒരു സാധാരണ ഫിലിം മേക്കർ അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ഫിലിം ആക്ടറിന് കിട്ടുന്ന രീതിയിലുള്ള അതേ പണമായിരുന്നു അവർക്കും കിട്ടിയിരുന്നത്. Their owners could easily make as much as 100,000 rupees from just one film. അവരുടെ ഓണേഴ്സിന് ഒരു സിനിമയിൽ നിന്നും 100,000 rupees, 100,000 എന്ന് വെച്ചാൽ ഏകദേശം 1,00,000 രൂപയോളം, ഇപ്പോഴത്തെ അല്ല പണ്ടത്തെ 1,00,000 രൂപയോളം എന്ത് ചെയ്യാമായിരുന്നു, അവർക്കിതിൽ നേടാമായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. I realized how reverently these animal actors were treated when I happened to see the shooting of a film 20 years ago in Disney Studio in Hollywood. റെവറൻലി എന്ന് വെച്ചാൽ ബഹുമാനത്തോടെ. ഹോളിവുഡിൽ ഡിസ്നി സ്റ്റുഡിയോയിൽ, നമ്മുടെ വാൾട്ട് ഡിസ്നിയില്ലേ, നമ്മുടെ മിക്കി മൗസ് ഒക്കെ ഉള്ള മിക്കി മൗസ്, നമ്മുടെ ഫെയറി കഥകളൊക്കെ വരുന്ന അതൊക്കെയാണ് ഈ ഡിസ്നി സ്റ്റുഡിയോസ് എന്ന് പറയുന്നത്. ഡിസ്നി സ്റ്റുഡിയോസിൽ മുമ്പ് ഒരിക്കൽ ഞാൻ ഒരു ഷൂട്ടിംഗ് സമയത്ത് അനിമൽ ആക്ടേഴ്സിനെ എത്രത്തോളം റെവറൻലി ബഹുമാനത്തോടെയാണ് അവർ ട്രീറ്റ് ചെയ്തിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. ഞാൻ പറയാൻ പോകുന്ന ഈ പറയുന്ന സിനിമയിലും ഒരു മെയിൻ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു ലാർജ് ഡോഗ് ആയിരുന്നു. I reached the studio to find that the shooting had not yet started. അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ലെന്ന്. The cameraman was getting the lights ready. ക്യാമറാമാൻ ലൈറ്റ് എല്ലാം കൃത്യമായി വയ്ക്കുകയായിരുന്നു. It is customary for actors to be present when the lights are arranged, for they had to show the cameraman how they will walk or where they will stand in a particular shot. അപ്പോൾ ഈ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നടന്മാരും നടിമാരും എന്ത് ചെയ്യണം, അവിടെ ഉണ്ടാകണം. അതൊരു കസ്റ്റമറിയാണ്. അതായത് സാധാരണയായിട്ട് അങ്ങനെയാണ് ഉള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ സിനിമയിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ആ സീനിൽ അവർ നടക്കുന്നതും നിൽക്കുന്നതും എങ്ങനെയൊക്കെയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ലൈറ്റ് സെറ്റ് ചെയ്യുന്ന ആളിന് പറഞ്ഞു കൊടുക്കണം. ഇൻ ദ കേസ് ഓഫ് വെരി ഫേമസ് ആക്ടേഴ്സ് ദിസ് ജോബ് ഈസ് ഡൺ ബൈ ദ സ്റ്റാൻഡിൻസ്. എ സ്റ്റാൻഡിൻ ഈസ് യൂഷ്വലി എ പേഴ്സൺ ഹു ഈസ് ഫിസിക്കലി സിമിലർ ടു ദ റിയൽ സ്റ്റാർ. അപ്പോൾ ഫേമസ് ആക്ടേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, വലിയ വലിയ താരങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഈ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ സമയത്ത് അവിടെ ചെന്ന് നിൽക്കുന്ന അവരുടെ സ്റ്റാൻഡിൻസ് എന്ന് വെച്ചാൽ ഡ്യൂപ്പ്, അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള സിമിലാരിറ്റി ഉള്ളവരാണ്. അതായത് നമ്മളെ ഡ്യൂപ്പ് അത് തന്നെ വേറെ ഒന്നുമില്ല, ഡ്യൂപ്പുകളായിരിക്കും അവിടെ വന്ന് നിൽക്കുക. ദ സ്റ്റാർസ് themselves arrive only when the lights are ready and it is time to take a shot. സ്റ്റാർസ് വരുന്നത് അവരുടെ ഷോട്ടിൻ്റെ സമയത്ത്, ലൈറ്റെല്ലാം റെഡിയാക്കി വെച്ച് ഷോട്ടിൻ്റെ സമയത്തായിരിക്കും അവർ വരിക.
Here in Disney Studio, I noticed that a few actors were moving about in the set, and on one side, standing quietly, was the protagonist, the same large dog. അപ്പോൾ ഡിസ്നി സ്റ്റുഡിയോയിൽ ഞാൻ കാണാൻ പോയ സമയത്ത് ഒരുപാട് ആക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതും നടക്കുന്നതുമില്ല ഞാൻ കണ്ടു. പിന്നെ നമ്മുടെ ലാർജ് ഡോഗ് ആണ് ഈ സിനിമയുടെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് വെച്ചാൽ മെയിൻ ക്യാരക്ടർ. ദ ക്യാമറാമാൻ ഷൗട്ടഡ് ടു എവരിവൺ ടു ടേക്ക് ദെയർ പൊസിഷൻ, ബട്ട് ദ ഡോഗ് റിമൈൻഡ് വെയർ ഇറ്റ് വാസ്. ക്യാമറമാൻ എന്തോന്ന് ചെയ്തു, എല്ലാവരോടും അവരവരുടെ പൊസിഷനിൽ ചെന്ന് നിൽക്കാൻ വേണ്ടി ഷൗട്ട് ചെയ്തു. പക്ഷേ ആ ഡോഗ് എന്തോന്ന് ചെയ്തു, നിന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ദിസ് പസിൽഡ് മീ. ഇത് കണ്ടപ്പോൾ എനിക്ക് കൺഫ്യൂസ്ഡായി. പസിൽഡ് എന്ന് വെച്ചാൽ കൺഫ്യൂസ്ഡായി. കുഡ് ഇറ്റ് ബി ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ക്വയറ്റ് റിക്വയർഡ് ഇൻ ദ നെക്സ്റ്റ് ഷോട്ട്? ചിലപ്പോൾ അടുത്ത ഷോട്ടിന് ഇത് ആവശ്യമില്ലായിരിക്കുമോ, ഈ നായ ആവശ്യമില്ലായിരിക്കുമോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും നായ അവിടെ കാണുന്നത്. ബിഫോർ ഐ കുഡ് ആസ്ക് സംവൺ എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻ. ആരോടെങ്കിലും എനിക്ക് ചോദിക്കാവുന്നതിന് മുമ്പേ തന്നെ ഒരു വിചിത്രമായ സംഭവം അവിടെ നടന്നു. From nowhere appeared a little dwarf, followed by another man carrying a hairy dog skin. എവിടെ നിന്നോ പെട്ടെന്നൊരു ഡോർഫ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെറിയ മനുഷ്യരില്ലേ, കുള്ളന്മാരെ, അവരുടെ കൂടെ ഒരാളും കൂടി വന്നു. ഓക്കെ, ഒരു ഡോർഫിന്റെ കൂടെ, ഡോർഫ് എന്ന് വെച്ചാൽ ചെറിയ മനുഷ്യരെയാണ് നമ്മൾ ഡോർഫ് എന്ന് പറയുന്നത്. അയാളുടെ കൂടെ ഒരു ആൾ കൂടി വന്നു. അയാൾ എന്ത് ചെയ്യാണ്, ഹെയറി ഡോഗ് സ്കിൻ, നല്ല മുടിയുള്ള ഒരു നായയുടെ തൊലി, സ്കിന്ന് കൊണ്ടുവരികയാണ്. സ്കിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരികയല്ല, അതടുത്ത് പറഞ്ഞു തരാം. Then, to my perfect amazement, the dog went down on all the fours on a chalk mark on the floor, just like an animal, and the dog skin was draped over him. തറയിൽ ഒരു 4 മാർക്ക് വെച്ചിരുന്നു, മാർക്ക് ചെയ്ത് വെച്ചിരുന്നു, ചോക്കിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ആ മാർക്കിന്റെ അവിടെ ആയിട്ട് ഈ ഡോർഫ് ആളിൽ ചെറിയ മനുഷ്യൻ അവിടെ ചെന്ന് നിന്നപ്പോഴേക്കും ആ ഡോഗ് സ്കിന്ന് വെച്ച് ഇയാൾ ഡ്രേപ്പ് ചെയ്തു, പുതപ്പിച്ചു. അതായത് അതൊരു കോസ്റ്റ്യൂമാണ്. Then he crawled from one mark to another and the cameraman got busy with the lights. It finally dawned upon me that this dog was paid to be dog standing. ആ ആളെന്തോന്ന് ചെയ്തു, അവിടെ ക്രോൾ ചെയ്തു, ഇഴഞ്ഞ് ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോയി, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ക്യാമറാമാൻ ലൈറ്റിന്റെ കാര്യത്തിൽ ബിസി ആയിരുന്നു. അവസാനമാണ് എനിക്ക് മനസ്സിലായത്, ഡോണ്ടെന്ന് വെച്ചാൽ മനസ്സിലായത്, ആ ഡോഗിന്റെ സ്റ്റാൻഡിൻ അഥവാ ഡൂപ്പ് ആയിരുന്നു ഈ ഡോർഫ് എന്ന് പറയുന്ന ആള്. ഡോർഫ് എന്ന് പറയുന്ന പേരല്ല, ആ മനുഷ്യൻ. എവരി ആനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ്. ഹോളിവുഡ് ഫിലിമിലുള്ള എല്ലാ ആനിമൽസും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ളവരാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. ഒരു കുതിരയോ നായയോ ട്രെയിൻ ചെയ്യുക അത്ര എളുപ്പമല്ല. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് എ ട്രെയിൻഡ് റേവൻ? നിങ്ങൾ റേവൻ എന്ന് വെച്ചാൽ കാക്ക, മലം കാക്ക എന്ന് പറയാം, അല്പം വലിയ കാക്കയാണ്. ഈ കാക്കയെ ട്രെയിൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Not just 1 or 2, but nearly 100 of them. 1 or 2 അല്ല, ഏകദേശം 100ഓളം കാക്കകളുടെ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. Even this was made possible in Hollywood when the creator of some of the best suspense film in the history of cinema, Alfred Hitchcock, decided to make a film called Birds. അപ്പോൾ ഇത് ഹോളിവുഡിൽ എന്തോന്ന് ചെയ്യുകയായിരുന്നു, പോസിബിൾ എന്നാണ് പറഞ്ഞിരുന്നത്, മുമ്പ് നടന്നിരുന്നത് പറയുന്നത്. അതായത് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറേ സംവിധായകരുണ്ട്, ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അതിൽ ഒരാളാണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം ബേർഡ്സ് എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇൻ ദ സ്റ്റോറി, ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ടഡ് അറ്റാക്കിംഗ് ഹ്യൂമൻസ്. ഈ സ്റ്റോറി ഞാൻ കണ്ടിട്ടുണ്ട്, പേഴ്സണലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സ്റ്റോറിയിലെ കഥ എന്ന് വെച്ചാൽ ലോകത്തെമ്പാടുമുള്ള പക്ഷികൾ അവിടെയുള്ള മനുഷ്യരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതാണ് ഈ കഥ എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവിടെയുള്ള കാക്കകളെല്ലാം കൂടെ എന്തോന്ന് ചെയ്യും, മനുഷ്യരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഹിച്ച്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ്, ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റേവൻസ്. പലതരത്തിലുള്ള ബേർഡ്സ് അറ്റാക്ക് ചെയ്യും, ഇത് സിനിമയ്ക്ക് അറ്റാക്ക് ചെയ്യും. പക്ഷേ കൂടുതലും നമ്മുടെ ഹിച്ച്കോക്കിന് ആവശ്യമായിരുന്നത് റേവൻസ്, കാക്കകളെയായിരുന്നു. Notices were placed in the press all over the United States asking people to contact the filmmaker if they knew how to get hold of trained ravens. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അഥവാ അമേരിക്കയിലെ പ്രസ്സുകളിലും പത്രങ്ങളിലും പിന്നെ പല സ്ഥലങ്ങളിലും ട്രെയിൻഡ് ആയിട്ടുള്ള റേവൻസിനെ എവിടെയെങ്കിലും കിട്ടുമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെയുള്ള സംഭവത്തെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ അദ്ദേഹം എന്തോ ചെയ്തിരുന്നു, നോട്ടീസുകളും പതിപ്പിച്ചിരുന്നു. Someone replied with a few days. കുറച്ച് ദിവസത്തിനകം തന്നെ ആരോ റിപ്ലൈ കൊടുത്തു. He was asked to bring his birds and he arrived with almost 100 trained ravens. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ബേർഡ്സിനോടൊപ്പമാണ് വരാൻ പറഞ്ഞിരുന്നത്. അദ്ദേഹം വന്നപ്പോഴേക്കും ഏകദേശം 100ഓളം ബേർഡ്സ് അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. Admittedly, their training had not gone very bad. പറയാതിരിക്കാൻ പറ്റത്തില്ല, അവരുടെ ട്രെയിനിങ് വളരെ മോശമായിട്ടല്ല പോയത്. That is to say, they could not do anything that might be seen as extraordinary. അല്ലെങ്കിൽ നമ്മൾ അടിപൊളി എന്ന് പറയുന്ന രീതിയിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ശരിയാണ്. But if as many as 50 ravens are told to perch quietly in a row on a specified spot, and if they obey this command instantly, isn't that pretty impressive?
പക്ഷേ ഇവിടെ നടന്നിരുന്ന ഒരു ചെറിയ കാര്യം എന്തെന്ന് വെച്ചാൽ ഏകദേശം 50ഓളം കാക്കകളോട് ഒരു സ്ഥലത്ത് പേർച്ചെന്ന് വെച്ചാൽ സിറ്റ്, ഓക്കെ, ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരിയായിട്ട് ഒരു സ്ഥലത്ത് സ്പെസിഫിക് ആയിട്ടുള്ള സ്പോട്ടിൽ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കുഴപ്പവും വരുത്താതെ അവർ പെട്ടെന്നതിനനുസരിച്ച് കഴിഞ്ഞാൽ അത് അടിപൊളിയല്ലേ എന്നാണ് ഇവിടെ ചോദ്യം. ഇംപ്രസീവ് അല്ലെന്ന് ഞാൻ ചോദ്യം. Needless to say, in our own country, it is not at all easy to find trained animals, although some films have been made in Bombay and Madras that involved working with elephants, horses and tigers. നമ്മുടെ രാജ്യത്ത് ട്രെയിൻ ചെയ്തിട്ടുള്ള അനിമൽസിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. മദ്രാസ്, ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ എലിഫൻസിനെയും ഹോഴ്സിനെയും ടൈഗേഴ്സിനെയും വെച്ച് ചിലവർ സിനിമ എടുത്തിട്ടുള്ളതും ശരിയാണ്. Their performance did suggest that they were used to obeying commands. അവരുടെ പെർഫോമൻസ് നിന്നും മൃഗങ്ങളെ അഭിനയിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തെന്ന് വെച്ചാൽ കമാൻഡ്സ്, ഉത്തരവ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ഒബേ ചെയ്യുമെന്നുള്ളതാണ്. In Bengal, it is sometimes possible to find clever dogs, particularly police dogs, which were quite intelligent. ബംഗാളില് ക്ലവർ ആയിട്ടുള്ള ഡോഗ്സ്, അതായത് പോലീസ് ഡോഗ്സ്, ട്രെയിൻ ചെയ്തിട്ടുള്ള പോലീസ് ഡോഗ്സ്, ഇന്റലിജന്റ് ആയിട്ടുള്ളവരെ കണ്ടെത്തുക എന്ന് വെച്ചാൽ പോസിബിൾ ആണ്. If one is prepared to be patient, it is not altogether impossible to get good performances out of them, as we managed to with Bulo in Pather Panchali. ഒരാൾക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ, ക്ഷമയുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഇത് പതേർ പാഞ്ചാലി എന്ന് പറയുന്ന സിനിമയിലെ ബൂലോ എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്ന്, ഒരു അനിമൽ ക്യാരക്ടറാണ്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. Yet a dog might be difficult, not impossible to handle. ഒരു ഡോഗ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്, ഹാൻഡിൽ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്, പക്ഷേ ഇമ്പോസിബിൾ അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അതിനെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും, പക്ഷേ ഒരിക്കലും നടക്കില്ല, പാടാണെങ്കിലും പറ്റും. വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദെയർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം. അപ്പോൾ നായയുടെ കാര്യവും ബേർഡ്സിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞു. അവർ അല്പം പാടാണെങ്കിലും നമുക്ക് അവരെ ട്രെയിൻ ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു ടൈഗറിൻ്റെ ആവശ്യം ഫിലിമിൽ വന്നാൽ എന്ത് ചെയ്യാം? We had to deal with this problem too when we were shooting Gopi Gayan Bhaga Bayan. In the film, Gopi, who is banished by the king, wanders in the forest, meets Bhaga, who is also been banished. ഗൂപി ഗയൻ ബാഗ ബയൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ടൈഗറിന്റെ ആവശ്യം വന്നു. ഈ സിനിമയുടെ കഥ എന്തെന്ന് വെച്ചാൽ ഗൂപിയും ബാഗയും, ഓക്കെ, ഏതോ ഒരു രാജാവ് അവരെ ബാനിഷ് ചെയ്തു. ബാനിഷ് എന്ന് വെച്ചാൽ നാട് കടത്തി. അവരെ പരസ്പരം ഒരു കാട്ടിൽ വെച്ച് കണ്ടുമുട്ടി. ഇതാണ് കഥ എന്ന് പറയുന്നത്. They see a tiger and a freeze. അവര് കാട്ടിൽ വെച്ചൊരു ടൈഗറിനെ കാണും, അവരോട് ഫ്രീസ് ആയിട്ട് നിൽക്കും, അനങ്ങാതെ നിൽക്കും. But the tiger simply walks about the forest without paying them the slightest attention. അവരെ കണ്ടതും ഒരു പ്രശ്നവും വരാതെ ടൈഗർ എന്തോ ചെയ്യും, പതിയെ നടന്നങ്ങ് പോവും. ഇതാണ് ആ സീൻ എന്ന് പറയുന്നത്. Having thought of the scene, I simply had to shoot it. ഈ സീനിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ എനിക്കത് ഉറപ്പായിരുന്നു, എനിക്കത് എടുത്തേ പറ്റുള്ളെന്ന്. ബട്ട് വേർ വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ. പക്ഷെ എവിടെ നിന്നായിരിക്കും ഞങ്ങൾ ഒരു ടൈഗറിനെ കണ്ടെത്തുക? ദി ഓബ്വിയസ് തിങ് ടു ഡു വാസ് ടു ലുക്ക് ഇൻ എ സർക്കസ് സിൻസ് ദേ വെർ ലൈക്ലി ടു ഹാവ് ട്രെയിൻഡ് അനിമൽസ്. ഓബ്വിയസ് തിങ് എന്ന് വെച്ചാൽ സാധാരണയായി ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ട്രെയിൻഡ് ആയിട്ടുള്ള അനിമൽസിനെ കണ്ടെത്താൻ പറ്റുന്ന സ്ഥലം എവിടെയാണ്? സർക്കസിലാണ്. As a matter of fact, one called Bharat Circus was visiting Calcutta at the time, holding shows in Marcus Square. As a matter of fact, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയത്ത് കൽക്കത്തയിലെ ഭാരത് സർക്കസ് വിസിറ്റ് ചെയ്യാൻ പോയിരുന്നു അവർ. അവിടെ മാർക്കസ് സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇത് സംഭവം നടന്നിരുന്നത്, സർക്കസ് നടന്നിരുന്നത്. We went someone to make an appointment with its Tamil manager and then went to meet him one morning. നമ്മൾ ഒരാൾ എന്തോ ചെയ്തു, അവിടെയുള്ള മാനേജർ, തമിഴ് മാനേജറാണ്, അയാളോട് ഒരു അപ്പോയിൻമെന്റിന് വേണ്ടി എടുക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞു വിടുകയും വേറൊരു ദിവസം ഞങ്ങൾ എന്തോ ചെയ്യാൻ പോയി, അദ്ദേഹത്തെ കാണാനും പോയി. He greeted us warmly and ordered South Indian coffee for us. ഞങ്ങളെ നന്നായിട്ട് ഗ്രീറ്റ് ചെയ്തതാണ്, നമസ്കാരം, ഹായ്, ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ അകത്തേക്ക് വിളിച്ചിട്ട് ഒരു സൗത്ത് ഇന്ത്യൻ കോഫി, നമ്മൾ ഇവിടുത്തെ ചായയില്ലേ, ചായ കുടിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞു വിട്ടു. The manager heard the reason for our visit, then sent for one Mr. Thorat. മാനേജർ ഞങ്ങൾ വന്നതിനുള്ള കാര്യം മനസ്സിലാക്കുകയും അതിനുശേഷം ഒരു മിസ്റ്റർ തോറട്ട് അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞിരിക്കുകയും ചെയ്തു. ഹി ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. തോറട്ടാണ് റിംഗ് മാസ്റ്റർ, അതായത് സർക്കസിലെ മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്ന ആളാണ് റിംഗ് മാസ്റ്റർ. ഹി ടു വാസ് എ സൗത്ത് ഇന്ത്യൻ, വെരി വെൽ ബിൽഡ് വിത്ത് ഫീച്ചേഴ്സ് സംവാട്ട് ലൈക്ക് ഹോഴ്സ് ദോസ് ഓഫ് എ നേപ്പാളി. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം നല്ലൊരു സൗത്ത് ഇന്ത്യൻ ആണ്, സൗത്ത് ഇന്ത്യൻ ആണ്, വെൽ ബിൽട്ട്, നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ആളെന്നാണ് ഉദ്ദേശം. പോരാത്തതിന് ഫിസിക്കും കാര്യങ്ങളെല്ലാം നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യമാണ്. പോരാത്തതിന് ഇദ്ദേഹത്തെ കാണാൻ ഒരു നേപ്പാളിയെ പോലും ഉണ്ടെന്നാണ് പറയുന്നത്. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദൻ 40, 40 വയസ്സിന് മുകളിൽ പറയാൻ കാണത്തില്ല. ഹി ഷോഡ് us an old scar on his forearm which had been caused by a tiger.
അദ്ദേഹത്തിൻ്റെ ഫോറാമിൽ കൈയിൻ്റെ അവിടെയായിട്ട് ഒരു ടൈഗർ വരുത്തിയിട്ടുള്ള ഒരു സ്കാർ, ഒരു മുറിവ് ഉണങ്ങുന്നതിനാണ് നമ്മൾ സ്കാർ എന്ന് പറയുന്നത്, ഒരു പാടില്ലേ, അത് കാണിച്ചു കൊടുത്തു. വി ടോൾഡ് ഹിം വാട്ട് വി വാണ്ടഡ്. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷിറോ ഇൻ ബിർഭൂം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. ബിർഭൂം എന്ന് പറയുന്ന സ്ഥലത്ത് ഷിറോയിലാണ് ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നത്. സ്ഥലങ്ങളുടെ പേരാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക് ബാംബൂ ഗ്രൂവ്. നല്ല ഒരു മുളങ്കാട്ടിൽ, നല്ല കട്ടിയുള്ള ഒരു മുളങ്കാട്ടിൽ ഒരു ടൈഗറിനെ നമുക്ക് കാണിക്കണം. All the animals was required to do was come out of the bamboo grove into an open space, pace gently for a while, look at the camera if possible, and then go back. ഇവിടെ അനിമൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ബാംബൂ ഗ്രൂവിൽ നിന്ന് പുറത്തേക്ക് വരിക, കുറച്ച് നേരം അവിടെ നിൽക്കുക, പറ്റുമെങ്കിൽ ഒന്ന് ക്യാമറയെ നോക്കുക, തിരിച്ചങ്ങ് പോവുക. Could a tiger from Bharat Circus do this job? ഭാരത് സർക്കസിലുള്ള ടൈഗറിന് ഈ ജോലി ചെയ്യാൻ പറ്റുമോ? മിസ്റ്റർ തോരറ്റ് നോഡഡ്. മിസ്റ്റർ തോരറ്റ് തലയാട്ടി. How long will you need it for? asked the manager. അപ്പോൾ തോരറ്റ് എന്തോന്ന് ചെയ്തു? ശരി എന്ന് പറഞ്ഞു. മാനേജർ ചോദിച്ചു, എത്ര സമയത്തേക്ക് നിങ്ങൾക്ക് ഇതിനെ വേണം? പെർഹാപ്സ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ഫോർ ദ ഷൂട്ടിംഗ്. ചിലപ്പോൾ 1-2 മണിക്കൂർ നേരത്തേക്ക് മാത്രം മതി. ഐ റിപ്ലൈ. ബട്ട് ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രം ഷൂറിംഗ്. പക്ഷേ ഇത് ഷൂരിയിൽ നിന്ന് വരുന്നതിനും ഷൂരിയിൽ നിന്ന് തിരിച്ചു പോകുന്നതിനും കൂടെ ഉള്ളതായിരിക്കണം. അഡിഷൻ, അതായത് മൊത്തത്തിൽ ഉള്ള കാര്യമല്ല പറയുന്നത്, അല്ലാതെയുള്ള കാര്യമാണ് പറയുന്നത്. On being told that the travel itself should take no more than 2 days, the manager agreed to put the tiger in its cage and send it in a lorry. He invited us to take a look at the tiger. അപ്പോൾ ഷൂറിയിലേക്ക് വരാൻ, ഇവിടെ നിന്ന് ഷൂറിയിലേക്ക് വരാൻ ഏകദേശം 2 ദിവസം എടുക്കും. ടൈഗറിൽ ലോറി കയറ്റി വിടാമെന്ന് നമ്മുടെ മാനേജർ പറയുകയും ചെയ്തു. അതിനുശേഷം ഈ ടൈഗറിനെ കാണാൻ ഞങ്ങളുടെ ആൾ ഇൻവൈറ്റ് ചെയ്തു. Do you think it is going to be easy to set the animal free in the bamboo grove? I couldn't help asking. എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല. ഇയാൾ ചോദിച്ചു, ഈ അനിമലിനെ ബാംബൂ ഗ്രൂവിൽ ഇങ്ങനെ അഴിച്ചു വിട്ടാൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ലേ എന്നാണ് ചോദിച്ചത്. മിസ്റ്റർ തോരറ്റ് frowned. I am not sure, he replied. I have never let him out of his cage on his own, so really I don't know. മിസ്റ്റർ തോരറ്റ് ഫ്രൗണ്ട് എന്ന് വെച്ചാൽ പേടിയോടെ പറഞ്ഞു, എനിക്ക് ഉറപ്പില്ല, കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ അവനെ കൂട്ടിൽ നിന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല. What were all our plans going to go down the drain? Go down the drain എന്ന് വെച്ചാൽ വേസ്റ്റ്. ഞങ്ങളുടെ പ്ലാൻ എല്ലാം വേസ്റ്റ് ആയാൽ എന്ത് പറ്റും? How could we let the tiger trainer be seen with the animal? ടൈഗറിന്റെ ട്രെയിനറിനെ അനിമലിനോടൊപ്പം ഷൂട്ടിങ്ങിൽ കാണിച്ചാൽ നമുക്ക് പറ്റത്തില്ല. How could Gopi and Baga be petrified with fear if the supposedly ferocious animal was accompanied by a man? അപ്പോൾ ഗോപിയും ബാഗയും ഈ ടൈഗറിനെ കണ്ട് പേടിച്ച് നിൽക്കണം. പെട്രിഫൈഡ് എന്ന് വെച്ചാൽ പേടിച്ച് നിൽക്കണം. പക്ഷേ ഈ ഫിറോഷ്യസ് അനിമലിനോടൊപ്പം, ഈ ക്രൂവൽ എന്ന് പറയാൻ പറ്റില്ല, ഈ പേടിപ്പിക്കുന്ന ഈ ടൈഗറിനോടൊപ്പം ഒരാളെ കൂടി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പേടി തോന്നുമോ? ഗൂബിക്കും ബാഗയ്ക്കും പേടി തോന്നുമോ? നോ, വി കുഡ് നോട്ട് അലൗ ദാറ്റ് ടു ഹാപ്പൻ. നമുക്കത് അനുവദിക്കാൻ പറ്റത്തില്ല. മിസ്റ്റർ തോരറ്റ് ഫൗണ്ട് എ സൊല്യൂഷൻ. ഐ വിൽ ടൈ എ വയർ റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. ഇറ്റ് വിൽ ബി എ തിൻ ബട്ട് സ്ട്രോങ്. തോരറ്റ് എന്തോന്ന് ചെയ്തു? ഒരു ഉപായം പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാം? ടൈഗറിന്റെ കഴുത്തിൽ ഒരു വയർ കെട്ടിയിരിക്കാം, പക്ഷെ തിന്നായിരിക്കും, ചെറുതായിരിക്കും, പക്ഷെ നല്ല സ്ട്രോങ്ങും ആയിരിക്കും. ഇഫ് ദ വയർ വാസ് തിൻ ഇനഫ് പെർഹാപ്സ് ഇറ്റ് വുഡ് റിമൈൻ ഇൻവിസിബിൾ ടു ദ ക്യാമറ. അപ്പോൾ നല്ല ചെറിയ കയറാണെങ്കിൽ ക്യാമറയിൽ അത് പതിയത്തില്ല. But it was likely that the hair on the tiger's neck would be flattened by the wire, which would give the whole thing away. പക്ഷേ കഴുത്തിൽ കയറ് കിട്ടുന്ന സമയത്ത് അവിടെയുള്ള മുടിയെല്ലാം ചിലപ്പോൾ ഒട്ടിയിരിക്കും. അതും ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ക്യാമറയിൽ കാണുമ്പോൾ ഒരുമാതിരി വൃത്തികേടായിട്ട് തോന്നും, അല്ലെങ്കിൽ കയറ് കെട്ടിയിരിക്കുന്നത് മനസ്സിലാവും. What if he found a collar made of tiger skin, fixed the wire to his collar and then tied it round the tiger's neck? I said. ഞാൻ പറഞ്ഞു, നമുക്ക് ടൈഗറിന്റെ സ്കിന്നുള്ള ഒരു കോളർ ടൈഗറിന്റെ കഴുത്തിൽ കെട്ടാം, അതിൽ നൂലും കെട്ടാം, ഈ വയറും കെട്ടാം. അങ്ങനെ അപ്പോൾ എങ്ങനെ ഇരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് അല്ലേ? In a village called Norton Gram, we found a suitable bamboo grove to film the first meeting between Gopi and Baga and the appearance of the tiger. അപ്പോൾ നോട്ടൺ ഗ്രാം എന്ന് പറയുന്ന ഒരു വില്ലേജിൽ ഗോപിയുടെയും ബാഗയുടെയും ഫസ്റ്റ് മീറ്റിങ്ങിന് വേണ്ടിയുള്ള ഒരു ബാംബു ഗ്രൂവ് നമ്മൾ കണ്ടെത്തി. മിസ്റ്റർ തോരറ്റ് റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. ടൈഗറുമായി മിസ്റ്റർ തോരറ്റ് അവിടെ എത്തി. There were about 25 people in the location. അവിടെ ഏകദേശം 25ഓളം ആൾക്കാരുണ്ടായിരുന്നു. A few local people took our permission to go with us to watch how we tackled the tiger. അവിടെയുള്ള കുറച്ച് ലോക്കലായിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ അവിടെ ഉള്ള ആൾക്കാരാണ് നമ്മൾ ലോക്കൽ പീപ്പിൾ എന്ന് പറയുന്നത്. അല്ലാതെ ലോക്കൽ എന്ന് വെച്ചാൽ തറ എന്നല്ല അർത്ഥം. അവരെന്തോ ചെയ്തു, ഞങ്ങളോട് അനുവാദം ചോദിച്ചു ഞങ്ങൾ ഈ ടൈഗറിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുക, അഥവാ എങ്ങനെ അഭിനയിപ്പിക്കും എന്നുള്ള കാര്യം കാണാൻ വേണ്ടി ഒന്ന് വന്നു. ദ കേജ് ഓൺ ദ ലോറി വാസ് കവേർഡ്. ലോറിയിൽ ഉണ്ടായിരുന്ന കേജ് കവർ ചെയ്തായിരുന്നു ഇരുന്നത്.
when the cover was removed, we were surprised to see not one but two well-fed and robust tigers. കവർ തുറന്നപ്പോൾ ഞങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒന്നല്ല രണ്ട് നല്ല തിന്ന് കൊഴുത്ത് നല്ല സ്ട്രെങ്ത്, റോബസ്റ്റ് എന്ന് വെച്ചാൽ സ്ട്രെങ്ത് ഉള്ള നല്ല ടൈഗേഴ്സ് ഞങ്ങൾ കണ്ടു. ഒന്നിനെ ചോദിച്ചപ്പോൾ രണ്ടിനെ കിട്ടി. I decided to play it safe, Mr. Thorad explained. ഞാൻ അല്പം സേഫായിട്ട് കളിയൊന്ന് നടത്താനാണ്, അതായത് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. If one doesn't get it right, we can use the other. ഒരെണ്ണം ശരിയായി അഭിനയിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റതിനെ അഭിനയിപ്പിക്കാം. അതാണ് തോററ്റിന്റെ ഐഡിയ. We mounted the camera on its tripod and placed it so that it faced the bamboo grove. ക്യാമറയെ അതിന്റെ ട്രൈപോഡിൽ ഞങ്ങൾ മൗണ്ട് ചെയ്തു. ട്രൈപോഡ് എന്ന് വെച്ചാൽ ക്യാമറയുടെ സ്റ്റാൻഡിനെ അതിന്റെ പൊക്കിയെടുത്ത് വച്ചു. എന്നിട്ട് നേരെ ബാംബു ഗ്രൂവിൽ ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ, അതിൽ നോക്കിയിരിക്കുന്ന രീതിയിൽ ഞങ്ങൾ വച്ചു. The audience was instructed to get behind the camera and to stand as far back as possible. ഓഡിയൻസിനോട് ക്യാമറയുടെ പുറകിൽ ചെന്നിട്ട് എത്രത്തോളം ബാക്കിലോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം ബാക്കിലോട്ട് പോകാൻ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. We had to stay relatively close to the bamboo grove and the Gooby and Baga too had to be within yards of the camera. അപ്പോൾ ഞങ്ങൾക്ക് ബാംബു ഗ്രൂവിന്റെ അടുത്ത് തന്നെ നിൽക്കണം, അതേപോലെ ഗൂബിക്കും ബാഗയ്ക്കും ആ ക്യാമറയുടെ കുറച്ച് അടുത്തായിട്ട് തന്നെ ഉണ്ടാവണം. For it was necessary to have at least one shot that showed them together with the tiger. അതായത് അവരെ ഗൂബിയും ബാഗയും ടൈഗറും കൂടി ഒറ്റ ഷോട്ടിൽ ഒരു ഫ്രെയിമിൽ കാണിക്കാൻ വേണ്ടി എല്ലാവരും നിൽക്കുന്ന രീതിയിൽ ഒരു ഷോട്ട് നമുക്ക് വേണം. Mr. Thorad's men had fixed a 5-foot iron rod to the ground about 30 feet from the area where the tiger was supposed to take a walk. മിസ്റ്റർ തോററ്റിന്റെ ആൾക്കാർ എന്തോന്ന് ചെയ്തു, ഒരു 5 അടി നീളമുള്ള ഒരു ഇരുമ്പ് ദണ്ട് അയൺ റോഡ് ഗ്രൗണ്ടിൽ കുത്തി വെച്ചു. ഏകദേശം 30 അടിയോളം മാറിയാണ് ഈ ഗൂബിയും ബാഗിയും നിൽക്കുന്നത് അടുത്ത് നിന്ന് മാറിയിട്ടാണ് എന്തോന്ന് ചെയ്തിട്ടുള്ളത്, ഈ അയൺ റോഡ് ഫിക്സ് ചെയ്തത്. They took a thin long wire and fixed one end to the collar made of tiger skin and the tiger was already wearing. അതായത് ഒരു ലോങ് വയർ അവരെടുത്തു, അതിന്റെ ഒരു സൈഡ് ടൈഗറിന്റെ ആ സ്കിന്നുള്ള കോളറിൽ അയാൾ ഫിക്സ് ചെയ്തിട്ട് ടൈഗറിന്റെ അടുത്ത് വെച്ചു, മറ്റുള്ളത് റോഡിലാണ് വെച്ചിരിക്കുന്നത്. സ്റ്റാൻഡ് ഫേംലി ടു ദ വിസിബിൾ പോർഷൻ ഓഫ് ദ അയൺ റോഡിലാണ് മറ്റേ എൻഡ് വെച്ചിരിക്കുന്നത്. The door of one of the cages was unfastened and Mr. Thorad called out to the tiger. കേജിന്റെ ഒരു ഡോർ അൺഫാസ്റ്റഡ് എന്ന് വെച്ചാൽ തുറന്നിട്ട് മിസ്റ്റർ ടോറത്ത് ചെയ്തു, അവർ ടൈഗറിനെ വിളിച്ചു. It responded almost at once and sprang out of its cage to land on the open space outside. വിളി കേട്ടതും ഉടനെ തന്നെ ചാടി വെളിയിൽ വന്ന് നിന്നു. What followed was totally unexpected. പിന്നെ അതിന്റെ കൂടെ വന്നതാണ് നമുക്ക് പ്രതീക്ഷ ചെയ്യാൻ പറ്റാതിരുന്നത്. One look at Mr. Thorad's startled and helpless face told us that he was taken aback as the rest of us. Instead of walking sedately in a dignified manner, the tiger started prancing around with tremendous enthusiasm. മിസ്റ്റർ തോറയുടെ മുഖം കണ്ടപ്പോഴേക്കും നമുക്ക് മനസ്സിലായി അദ്ദേഹം ഷോക്കായിട്ടാണ് നിൽക്കുകയെന്ന്. സ്റ്റാർട്ടിൽഡ് എന്ന് വെച്ചാൽ അൻപരന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ അയാൾ നിൽക്കുന്നത്. ടേക്കൺ എന്ന് വെച്ചാൽ ഷോക്ക്ഡ് എന്നാണ് മീനിങ്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് സെഡേറ്റ്ലി എന്ന് വെച്ചാൽ പതിയെ നടക്കുന്നതിന് പകരം നമ്മുടെ ഈ ടൈഗർ പ്രാഞ്ചിങ് എന്ന് വെച്ചാൽ ചാടിയാണ് നടന്നിരുന്നത്. വിത്ത് ട്രെമൻഡസ് എന്തൂസിയാസം. It jumped, it rolled about, dragging its poor trainer who was desperately clutching the wire tied to the tiger's collar in a futile attempt to bring it under control. ചാടി മറിഞ്ഞ് ഓടി വലിച്ചു നിരക്കി കൂടെ കയറും പിടിച്ചുകൊണ്ടിരുന്ന ട്രെയിനറിനെ എന്തോന്ന് ചെയ്തു, അദ്ദേഹത്തിനെ കൂടെ ഈ നമ്മളെ ടൈഗർ വലിച്ചടിച്ചുകൊണ്ട് പോയി. ഫ്യൂട്ടൈൽ എന്ന് വെച്ചാൽ യൂസ്ലെസ് അറ്റംപ്റ്റ് ആണ്. അതിനെ കൺട്രോൾ ചെയ്യാൻ ഇദ്ദേഹം നോക്കിയെങ്കിലും നടന്നില്ല. We stood around foolishly watching a new and strange kind of circus which we were getting to see for free. പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സർക്കസ് ആയിരുന്നു അവിടെയുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. The camera was still standing on its 3 legs, staring into the wood, but the tiger was showing no sign of making its way there. ക്യാമറ ഇപ്പോഴും ട്രൈപോഡിൽ ആ ഗ്രൂവിനെ ഫേസ് ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്ന് ടൈഗർ പുറത്തേക്ക് വരണം, അതാണ് ഷോട്ട് എന്ന് പറയുന്നത്. പക്ഷേ ടൈഗർ വരുന്നില്ല. Once the tiger had calmed down, we managed to take the few shots we needed. ടൈഗർ ഒന്ന് കാമായിരുന്നതും ഒന്ന് അടങ്ങി നിന്നതും ഞങ്ങൾക്ക് ആവശ്യമുള്ള 1-2 ഷോട്ട്സ് ഞങ്ങൾ എടുത്തു. This should have been the end of the story. ഇതാണ് ഈ കഥയുടെ അവസാനമായി ഇരിക്കേണ്ടത്. But when we returned to the Calcutta and looked at the scenes with the tiger, we realized that the camera had failed to work properly. ഷൂട്ടിംഗ് കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ കൽക്കത്തയിലെത്തിയിട്ട് ഇവരെന്തോന്ന് ചെയ്തു, ഈ സീനൊക്കെ ഒന്ന് കാണാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ക്യാമറ കൃത്യമായിട്ടല്ല, പ്രോപ്പറായിട്ടല്ല ഇരുന്നത്. ക്യാമറ കൃത്യമായി കാര്യങ്ങൾ പിടിച്ചില്ല.
The shots were too dark, so much so that the tiger was merging almost completely with the background of the trees and leaves. ക്യാമറ നല്ല ഡാർക്കായിട്ടായിരുന്നു ഇരുന്നത്. ക്യാമറ ഡാർക്കാന്ന് വെച്ചാൽ ക്യാമറയ്ക്കകത്തുള്ള ആ ഒരു സീൻ എന്ന് പറയുന്നത്. അതായത് ടൈഗറും ആ ബാംബു ഗ്രൂവും ഏകദേശം ഒരേപോലെ ആവുന്ന രീതിയിൽ നല്ല ഇരുണ്ടാണ് ഇരുന്നത്. അവരെ വ്യക്തമായി കാണാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. വി ഹാഡ് ടു ഷൂട്ട് ദ സീൻസ് ഓൾ ഓവർ അഗൈൻ. ഈ സീനെല്ലാം ഒന്നുകൂടി അവർ എടുക്കണം. വി സ്പോക്ക് ടു മിസ്റ്റർ തോറൻ ആൻഡ് ഹി അഗ്രീഡ് ടു ഗിവ് ഇറ്റ് അനദർ ഗോ. ഞങ്ങൾ എന്തോന്ന് ചെയ്തു, തോറനോട് സംസാരിച്ചു. അദ്ദേഹം ഒരു ചാൻസ് കൂടി, അനദർ ഗോ എന്ന് വെച്ചാൽ ഒരു ചാൻസ് കൂടി ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. We found another bamboo grove closer to Calcutta in a village called Boral. അപ്പോൾ കൽക്കത്തയിലെ ബൊറാൽ എന്ന് പറയുന്ന ഒരു വില്ലേജിൽ ഞങ്ങളൊരു ബാംബു ഗ്രൂവ് ഒന്നുകൂടി ഒന്ന് കണ്ടെത്തി. The lorry arrived once more with Mr. Thoret, the tiger, the steel wire, the special collar and the iron rod. ലോറി വന്നു, ടൈഗർ വന്നു, സ്റ്റീൽ വയർ വന്നു, സ്പെഷ്യൽ കോളർ വന്നു, അയൺ റോഡും വന്നു. ആൻഡ് വിത്ത് ദ ലോറി കെയിം ദ ഹോൾ വില്ലേജ്. ലോറി വന്നതും അവിടെയുള്ള നാട്ടുകാർ മൊത്തം വന്നു. We told the villagers that they should stand at a distance of 70 feet. 70 അടിക്ക് അപ്പുറം മാറി നിൽക്കാൻ. കടക്ക് പുറത്ത് ആര് പറഞ്ഞു? ഈ സിനിമാക്കാര് പറഞ്ഞു വില്ലേജേഴ്സിന്റെ അടുത്തോട്. No one paid any attention to what they were told. പക്ഷേ അവർ കേൾക്കോ? ചെറിയതായിട്ടെങ്കിലും തങ്ങളുടെ കയ്യോ കാലോ എങ്കിലും ടി വിയിൽ വരാൻ വേണ്ടി, സിനിമയ്ക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് അവിടെ ഉണ്ടായിരുന്നത്. The entire crowd moved as close to the camera as they could. We could not afford to waste any more time explaining and arguing, so we got the camera ready and signaled to Mr. Thoran. അപ്പോൾ കളയാൻ വേണ്ടി ഒരു സമയവും ഇവരുടെ കയ്യിലില്ലായിരുന്നു. അഫോർഡ് എന്ന് വെച്ചാൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇവരുടെ അടുത്തൊന്നും ഇനി പറയേണ്ട കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയതും ക്യാമറ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് മിസ്റ്റർ തോറന്റെ അടുത്ത് സിഗ്നൽ കൊടുത്തു. അണ്ണനെ ഇറക്കാൻ, പുലിമുരുകൻ ഇറക്കാൻ സിഗ്നൽ കൊടുത്തു. He opened the door of the cage. കേജിന്റെ ഡോർ തുറന്നു. The instant the door opened with a clang, our tiger emerged with a loud roar and a charge straight at the villagers gathered behind the camera. അപ്പോൾ ഡോർ ഒരു ക്ലാങ് എന്ന് വെച്ചാൽ ക്ലിങ് ക്ലാങ് സൗണ്ട് ഇല്ലേ, ആ സൗണ്ടോട് കൂടി ഡോറ് തുറന്നു. ഡോറ് തുറന്നതും ടൈഗർ ചാടി വന്ന് വീണ് നല്ല ഗർജന ഒരു റോറ് തന്നു. നേരെ എന്നിട്ട് ക്യാമറയുടെ പുറകിലുണ്ടായിരുന്ന വില്ലേജസിന്റെ അടുത്തേക്ക് ഓടിപ്പോയി. The crowd, consisting of about 150 people, melted away as if by magic. 150 ആൾക്കാരുണ്ടായിരുന്ന ആ ഒരു ക്രൗഡ് അലിഞ്ഞു പോയതുപോലെ, മാജിക്കിൽ അലിഞ്ഞു പോയതുപോലെ കാണാതായി. ആഫ്റ്റർ ദാറ്റ് ഗ്രേറ്റ് ബേർസ്റ്റ് ഓഫ് എനർജി ദ ടൈഗർ കാം ഡൗൺ വെരി ക്വിക്ക്ലി. ആ ഒരു എനർജി ചാടി വന്ന് ഇവരെയൊക്കെ പേടിപ്പിച്ച ആ ഒരു സന്തോഷത്തിൽ പെട്ടെന്ന് നമ്മുടെ ടൈഗർ എന്തോന്ന് ചെയ്തു, കാമായി. Like an obedient child, it walked over to the spot we had chosen, paced about quietly as it was required to, and then ambled back to its trainer. ഒരു നല്ല അനുസരണയുള്ള കുട്ടിയെ പോലെ പതിയെ നടന്ന് ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്ന സ്പോട്ടിൽ ചെന്ന് നല്ല രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് നേരെ ട്രെയിനറിന്റെ അടുത്ത് പതിയെ നടന്നുപോയി. ആംബിൾ എന്ന് വെച്ചാൽ പതിയെ നടന്നുപോയി. Even the camera behaved this time. ക്യാമറ പോലും ഇപ്രാവശ്യം നന്നായിട്ട് പെരുമാറി, അതായത് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റി. Which we realized 2 days later when we returned to Calcutta and saw the scenes we had shot. 2 ദിവസം കഴിഞ്ഞ് കൽക്കട്ടയിൽ ചെന്ന് സ്റ്റുഡിയോയിൽ ഇവരെടുത്ത സീന് കണ്ടപ്പോഴാണ് ഇത് അവർക്ക് മനസ്സിലായത്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എടുത്ത സീൻ എങ്ങനെയാണെന്ന് കാണാൻ പറ്റും. പണ്ടത്തെ കാലത്ത് അത് പറ്റില്ല. ഇന്നൊരു സീൻ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടി പിന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയാലും നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്, സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടങ്ങിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉടനെ തന്നെ ചാനലിൽ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പുതുതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക.